ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണ്, നമ്മൾ എക്സ്പെർട്ടാണ്, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് 350 രൂപ 500 രൂപ, ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന് ഒരു 7500 രൂപ 8500 4000 സിംഗിൾ പ്രൊഡക്റ്റ്. 10-20 വർഷത്തിന് ശേഷം ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളോട്ടുണ്ട് മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ. യൂഷ്വലി ഇപ്പോൾ 10 വർഷം മുമ്പുള്ള പ്രോഡക്റ്റുകൾ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. ഹായ് ഓൾ, സുന്ദരികളാവാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് ഒരുപാട് സെലിബ്രിറ്റീസിനെയും ബ്രൈഡ്സിനെയൊക്കെ സുന്ദരികളാക്കുന്ന 2 പേരാണ്, സജിത്ത് ആൻഡ് സുജിത്ത്. വെൽക്കം ടു ദ ഫ്ലോർ. സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ടോട്ടൽ ഒരു 18 വർഷമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. എന്താ തോന്നുന്നേ? പ്രൗഡായിട്ട് തോന്നുന്നു. രണ്ടാൾക്കും പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. ശരി, നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു മേഖലയിലോട്ട് എത്തിയത്? ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു സലൂൺ ഇൻഡസ്ട്രിയിലെ സർവീസുകളായിരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ഫാഷനായിരുന്നു മേക്കപ്പ്. അപ്പൊ ആ മേക്കപ്പ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിനൊക്കെ ചെയ്താണ് പഠിച്ചത്. പിന്നെ ഞാൻ കോഴ്സ് ചെയ്ത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്ത് അതിനകത്ത് തന്നെ ഒരു ബേസിക് കോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്റെ ജേർണി തുടങ്ങി എന്റെ കൂടെ മേക്കപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സലൂൺ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും ബ്രൈഡ് ചെയ്യണ്ടായിരുന്നു. അന്ന് തുടങ്ങി ബ്രൈഡ് ചെയ്താണ് പിന്നെ അതേപോലെ തന്നെ ബ്രൈഡൽ സെമിനാർസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു നമ്മൾ തുടക്കാലങ്ങളിൽ. അതൊക്കെ ഇപ്പൊ നമ്മള് സലൂണിൽ നിന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രൊഫൈൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് നമ്മൾ ബേസിക് ഒരു സലൂണിൽ വേണ്ടത് ഹെയർ കെയർ, സ്കിൻ കെയർ, മേക്കപ്പ്, അത് കോമൺ ആണ്. അതിപ്പോ നമ്മള് എവിടെ നിന്നാണ് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, ബോംബെ അംബികാപ്പിള്ളിയൊക്കെ പണ്ട് നമ്മൾ കൊച്ചിയിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ സെമിനാർ വർക്ക്ഷോപ്സുകൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ദിവസം നടക്കും. അപ്പൊ ആ വർക്ക്ഷോപ്സ് കൂടും. പിന്നെ ഞാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി അക്കാഡമിയിൽ നമുക്ക് ബേസിക് മേക്കപ്പ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ അത് അന്ന് നല്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് മേക്കപ്പ് പഠിപ്പിക്കുന്ന കുറവാണ്. അതിൽ നിന്നൊക്കെ കുറിച്ചല്ല നമുക്ക് കുറെ സ്ഥലത്തുനിന്നൊക്കെ കൂടിയിട്ടുള്ള അറിവാണ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പയുള്ള പോലത്തെ ഇങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സ് അതൊക്കെ അന്ന് ഉണ്ടായിരുന്നു? എന്താണ് ഇപ്പൊ എന്ന് നമുക്ക് ഒരു ഏരിയയിൽ ഒരു 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. പണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തില് ജെന്റ്സിന് പഠിക്കാൻ വേണ്ടി സ്ഥലമില്ലായിരുന്നു. ലേഡീസ് ജെന്റ്സ് കുറവായിരുന്നു. ഞാൻ തന്നെ കുറെ കണ്ടുപിടിച്ചിട്ടാണ് ജെന്റ്സിന് അക്കാഡമി പണ്ട് ഞാൻ കണ്ടിട്ട്. പിന്നെ പണ്ട് പഠിക്കണേന്ന് പറഞ്ഞാൽ സലൂണുകളിൽ നിന്നാണ് ഈ ലേഡീസ് ബ്യൂട്ടീഷ്യന്മാർ കോഴ്സ് പഠിക്കണത്. പക്ഷെ ജെന്റ്സിന് പഠിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ പണ്ട് ജെന്റ്സിന് പഠിക്കാൻ ഓസ്ട്രേലിയ മൈഗ്രേഷൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. VCK വൈദ്യം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അവിടെയാണ് ജെന്റ്സിനെ ആകെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നിൽക്കണ കൊച്ചിയിൽ നിൽക്കണ ഇപ്പോഴത്തെ ഒരു 10 years ബാക്ക് നിന്നിട്ടുള്ള ബ്യൂട്ടീഷ്യന്മാരെല്ലാവരും അവിടെ പഠിച്ച മെയിൻ ബ്യൂട്ടീഷ്യന്മാരാണ് എല്ലാ സ്ഥലങ്ങളിലും നിന്നത്. എങ്ങനെയാ അപ്പൊ മേക്കപ്പിലോട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നത്? മേക്കപ്പ് ഒരു നമുക്ക് ചെയ്യുമ്പോഴാണ് മേക്കപ്പിനോട് കൂടുതൽ താല്പര്യം വരുള്ളൂ. ഇപ്പൊ നമ്മളൊരു ബേസിക് കോഴ്സ് പഠിക്കുമ്പോൾ മേക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് വെറുതെ ഒരു ഫോർമാലിറ്റി നമ്മളിപ്പോ എന്താണ് എന്തെങ്കിലും ഒരു ജോലി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നു എന്നുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് പാഷൻ വന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ കുറെ സെലിബ്രിറ്റീസ് എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ള പകുതിയിലധികം ഹീറോയിൻസും മേക്കപ്പ് ചെയ്യുന്നതും ഹെയർ കട്ട് ചെയ്യുന്നതും സജിത്ത് ആൻഡ് സുജിത്ത് എന്നായിരിക്കും. അപ്പൊ ആരെയാ ഏറ്റവും ആദ്യം ചെയ്തത്? രമ്യ നമ്പീഷ്. രമ്യ നമ്പീഷിന്റെ മേക്ക് ഓവർ ആണ് ഒരു അവാർഡ്, ഫിലിം ഫെയർ അവാർഡിന് വേണ്ടി ഒരു മേക്ക് ഓവർ ചെയ്തപ്പോഴാണ് അത് കണ്ടിട്ടാണ് പല നടിമാരും ആരാ ചെയ്തതെന്ന് വെച്ചിട്ടാണ് രമ്യ റെഫർ ചെയ്താണ് നമുക്ക് ഇത്തരം സെലിബ്രിറ്റീസിനെ കിട്ടിയത്. ഇപ്പോ ഇത്ര നാളായി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു, എന്താണ് ഈ മേക്കപ്പിന്റെ ഫീൽഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? ഇപ്പൊ 18 വർഷത്തെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഞങ്ങള് സ്റ്റാർട്ടിങ് പറയുമ്പോൾ നമുക്ക് സലൂൺ ഇൻഡസ്ട്രി തന്നെ ആദ്യം പറയാം. സലൂൺ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് സലൂണിൽ ഹെയർ കട്ട് ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, മേക്കപ്പ് ഉണ്ട്. ഇതെല്ലാം ബേസിക് പോണ ഒരു റൊട്ടീനാണ്. അതുപോലെ നമ്മൾ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്കിൻ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മേക്കപ്പിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ നമ്മുടെ മാർക്കറ്റിൽ കിട്ടണ പണ്ടത്തെ ലാക്മേയുടെ ലിക്വിഡ് ഇതൊക്കെയാണ് നമുക്ക് അവയർനെസ് ഉള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ റേഞ്ച് പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇത് അവയർനെസ് കിട്ടണമെന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ സലൂണിൽ നിൽക്കുന്നവർക്ക് ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചിരുന്നു, കണ്ടിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ മേടിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു സാധനം, ഒരു പുതിയൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് നമുക്ക് ആരും പരിചയപ്പെടുത്താനില്ല. അതൊരു കമ്പനി ബ്രാൻഡ് വന്നിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഇപ്പൊ ഞാനൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇപ്പൊ
ബ്യൂട്ടീഷ്യൻ സലൂൺ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് പുതിയൊരു പ്രോഡക്റ്റിന്റെ അവയർനെസ് ഇല്ല. എന്നാൽ ഒരാൾ കൊണ്ടുവരുമ്പോൾ അറിയുള്ളൂ ഇപ്പത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് അടുത്ത 2ാമത്തെ മാസം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ 10 കൊല്ലം കഴിയുമ്പോഴാണ് ഏത് മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് ആ സലൂണിലെ ഓണർ ഉപയോഗിച്ചതെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. എന്നാൽ അവയർനെസ് ഇല്ല. എന്നാൽ ഒരു പ്രൊഡക്റ്റിന്റെ പേരോ ഒന്നും നമ്മൾ കാണില്ല, ലേബിൾ കാണില്ല, എങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് അറിയില്ല. ഇപ്പൊ എന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നിറയെ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുന്നു. ഫുൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ തന്നെ ഉണ്ട്. എങ്ങനെ ചെയ്യണം എന്നുള്ളത്. 10-20 വർഷത്തിന് ശേഷം ഭയങ്കരമായിട്ടും വ്യത്യാസങ്ങളോട്ടുണ്ട് മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ. യൂഷ്വലി ഇപ്പൊ 10 വർഷം മുമ്പുള്ള പ്രോഡക്റ്റുകൾ ഇപ്പൊ കാണാൻ പോലും ഇല്ല. ഇപ്പൊ പുതിയ അപ്ഡേഷൻസ് ഭയങ്കരമായിട്ട് ഡെവലപ്പായി. നമ്മളെ തന്നെ നോക്കുമ്പോ ഞാൻ പണ്ട് ഉപയോഗിച്ച സാധനം ഇപ്പൊ ഉപയോഗിക്കില്ല. ഞാൻ ഇപ്പൊ എല്ലാം യൂസ് ഹൈ റേഞ്ച് പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സലൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി നമ്മള് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ യൂസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു സലൂണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല എനിക്ക് ഈ പ്രോഡക്റ്റ് വെച്ച് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അവർ എന്ത് പ്രോഡക്റ്റ് തരുന്നു അത് വെച്ച് ഉപയോഗിക്കണം. ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മൾ സലൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ മേക്കപ്പിൽ ഫോക്കസ് ചെയ്യണതും നമ്മൾ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതും അങ്ങനെ നമ്മൾ മേക്കപ്പ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റിന്റെ വിലയും ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം? സ്റ്റാർട്ട് ചെയ്തപ്പോൾ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് 350-500 രൂപ, ഇപ്പൊ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന് ഒരു 7,500-8,500. അപ്പൊ ഞാൻ അടുത്ത ദിവസം ചോദിക്കാം, നിങ്ങളുടെ മേക്കപ്പ് കിറ്റിന്റെ വേർത്ത് എത്രയായിരിക്കും? അത് ഭയങ്കര വലിയ വർത്താണ്. അത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ എനിക്ക് സുജിത്തിനെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സജിത്ത് ആൻഡ് സുജിത്ത്. അപ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു കിറ്റ് വാങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 2 കിറ്റാണ് വാങ്ങേണ്ടത്. ഞങ്ങൾ 2 ഷർട്ട് വാങ്ങുന്ന പോലെ തന്നെയാണ് 2 മേക്കപ്പ്. അതേപോലെയാണ് നമ്മള് ഇൻവെസ്റ്റ് ചെയ്യണത്. എല്ലാ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പൊ കോമൺ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു കിറ്റ് മേടിക്കണമെങ്കിൽ ഒരു സാധനം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് രണ്ട് സാധനം വെച്ച് മേടിക്കേണ്ടി വരും. ഡബിൾ ആണ്. നമ്മുടെ മേക്കപ്പ് കിറ്റിന്റെ വില പറയണ്ടോ? പറഞ്ഞു വെറുതെ ഇത്ര പ്ലസ് ഉണ്ടായിരിക്കും അങ്ങനെ വെറുതെ പറഞ്ഞാൽ എന്തായാലും ഒരു 50+ ഒരു കിറ്റിനുണ്ടാവും അല്ലേ? അയ്യോ ഓക്കെ. അപ്പൊ ഇപ്പൊ ചിലവർക്ക് വന്നിട്ടുള്ളൊരു ഡൗട്ട് ആയിരിക്കും, ഇപ്പൊ സജിത്താണ് ഹെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സുജിത്താണ് ഹെയർ ചെയ്യുന്നത്, മറ്റാള് മേക്കപ്പ് ചെയ്യണം, അങ്ങനെ ഡൗട്ട്. നിങ്ങൾ രണ്ടും ചെയ്യും? എല്ലാ സർവീസും ചെയ്യും. ഇപ്പൊ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യും, ഹെയർ ചെയ്യും. സുജിത്ത് മേക്കപ്പ് ചെയ്യും, ഹെയർ ചെയ്യും. സലൂൺ ഇൻഡസ്ട്രിയിലും സർവീസിലാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കട്ടിങ്ങും കളറിങ്ങും ഓൾ സർവീസുകളും എല്ലാ സർവീസും നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ. സലൂണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാവർക്കും ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ രണ്ടുപേരും. എങ്ങനെയാണ് ഇത്രയും സമയം മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെ ഓടി നടന്ന് ചെയ്യല്ലേ? നമുക്ക് ഈ ജോലി പാഷനാണ്, അല്ലാതെ ബിസിനസ് എന്നുള്ള രീതിയിലല്ല നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയത്. നമുക്ക് ജോലി ചെയ്യാനുള്ള മടിയില്ല, അതുകൊണ്ടാണ് ഇതിന്റെ വിജയം. അതുകൊണ്ട് കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. ശരിയാണ്. ഇനി ഇപ്പം നമ്മൾ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പലതരം സ്കിൻ ടൈപ്പ് ഉണ്ടായിരിക്കും, ഓയിലി, സെൻസിറ്റീവ്, ഡ്രൈ, കോമ്പിനേഷൻ, ഇങ്ങനെ പറഞ്ഞ് കുറേ തരം സ്കിൻ. അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും വേറെ വേറെ പ്രൊഡക്റ്റ് ആണ്. എല്ലാവർക്കും വേറെ പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾ അവരുടെ സ്കിൻ കണ്ടിട്ട് ഏതാണ് ഇവർക്ക് മാച്ച് ചെയ്യണത് അത് നമ്മൾ ആസ് ഒരു സ്റ്റൈലിസ്റ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ചൂസിങ് ആണ്. ഏതിട്ടാലും അവർക്ക് ഭംഗി ഉണ്ടാവും, ഏതാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ സീക്രട്ട് ആണ്. അത് നമ്മൾ അതനുസരിച്ച് ഉപയോഗിക്കും. അതായത് ഒരാളുടെ സ്കിന്നിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ അത് എടുക്കും. നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഇത് HD ചെയ്യണോ, എയർ ബ്രഷ് ചെയ്യണോ, നോഡ് ചെയ്യണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഈ മേക്കപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചോദിക്കുക, ഇപ്പം ഹെയർ കട്ട് ചെയ്യാൻ വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതായിരിക്കും ഭംഗി, എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പൊ പറഞ്ഞ 8 years നമ്മള് ജേർണിയില് നമ്മൾ പലതരം മുടികളും പല ട്രീറ്റ്മെന്റ് ചെയ്ത് ഡാമേജ് ആയതും മുടി നന്നാവത് ചീത്തയതും എല്ലാം ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന മുടിക്കുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ആസ് എ ഒരു കസ്റ്റമർ ഇപ്പൊ എനിക്ക് 18 വർഷം മുമ്പുള്ള കസ്റ്റമർ ഇന്ന് വരെ ഉണ്ട്. അപ്പൊ അവരുടെ മുടിയിലുള്ള വ്യത്യാസങ്ങൾ, അവരുടെ മുടി ഇപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പോഴും മുടി നിൽക്കണതും, പിന്നെ ചിലവര് നമ്മുടെ അടുത്ത് പകുതിയിൽ നിന്ന് പോയി വേറെ സ്ഥലത്ത് സലൂണിൽ പോയി ചെയ്ത് തിരിച്ച് മുടിയില വരുന്നതും വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ജേർണിയിൽ ഏത് ബ്രാൻഡാണ് നല്ലത്, ഏത് അപ്പൊ ഇതിന്റെ എല്ലാ സൈഡ് എഫക്റ്റും നല്ല ഗുണങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റും. മനസ്സിലായി. നമ്മൾ ആക്റ്റീവായി നിൽക്കണോണ്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആക്റ്റീവല്ല ഇപ്പൊ ഞാൻ ഒരു 18 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം പണിയെടുത്തു, ഒരു 3 കൊല്ലം ബ്രേക്ക് എടുത്ത് പിന്നെയും പണിയെടുക്കണം, അങ്ങനെ വരുമ്പോൾ കാണില്ല.
ഇതിൽ ഫുൾ നിൽക്കുന്നത് കൊണ്ട് അതിന് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പണിയെടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം ഒരു പേഴ്സണൽ ടൈം കിട്ടുമോ? പേഴ്സണൽ ഇല്ലല്ലോ, എല്ലാം ബിസിനസ് അല്ലേ. എല്ലാം ബിസിനസ്സിലാണ്, അതായത് പേഴ്സണൽ. ഫാഷൻ. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര സെലിബ്രിറ്റീസ് വന്നു പോയിട്ടുണ്ടോ നമ്മുടെ സലൂണില്? ഒരു 140-150 വരെ. അത്ര പേര് വന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ കൗണ്ട് ചെയ്തിട്ടില്ല ആക്ച്വലി. അല്ല, നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില്. അപ്പൊ നമ്മൾ കൗണ്ടിങ് ചെയ്യാത്ത ഒരാൾക്കാരാണ്. അപ്പൊ നമ്മള് ജോലി ആയതുകൊണ്ട് നിങ്ങൾ ചെയ്ത് പോകുന്നു എന്നുള്ളൂ. അപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു സ്പേസിൽ വാളിൽ നമ്മൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഫോട്ടോ സെലക്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ഫോട്ടോ തപ്പി വന്നപ്പോൾ ഇത്ര ഫ്രെയിം ചെയ്യാൻ ഭയങ്കര എമൗണ്ട് ആയി. അപ്പോഴാണ് അറിയുന്നത് ഇത്ര സെലിബ്രിറ്റി ഇവിടെ വരുന്നത്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ആ എണ്ണത്തിനേക്കാളും കൂടുതൽ. ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോ ഫോട്ടോ എടുക്കാറില്ല, സെക്കൻഡ് ടൈം വരുമ്പോഴാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അതായത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പം ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോൾ മഞ്ജു ചേച്ചി, സുപ്രിയ ചേച്ചി, മിയ ചേച്ചി, അങ്ങനെ കുറേ പേര്, ഒരുമാതിരി എല്ലാ സെലിബ്രിറ്റീസും അവിടെ വരുന്നുണ്ട്. ഞാൻ വെറുതെ എൻ്റെ ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുക, ആരായിട്ടാണ് കൂടുതൽ കണക്ഷൻ? എല്ലാവരുടെയും കണക്ഷൻ ഉണ്ട്. നമ്മള് ക്ലോസ് ആയിട്ടുള്ള അനുശ്രീ ക്ലോസ് ആണ്, സുന്ദർ ക്ലോസ്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഫോട്ടോ. എല്ലാവരും നല്ല ഫ്രണ്ടാണ്. ഓക്കെ. ഇപ്പം പുതിയതായിട്ട് വരാൻ പോകുന്ന ബ്രൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ബ്രൈഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ടോ? ഇങ്ങനെ ചെയ്തോളോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളോ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കും? ഇല്ല, ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അവർക്ക് എന്ത് ചെയ്യണമെന്ന്. നമ്മൾക്ക് അവർ ആ സമയത്ത് നീറ്റായി സ്കിന്നൊന്നും ഡാമേജ് ആക്കാതെ വന്നാൽ മതി. പല കാര്യങ്ങളിലും നമ്മൾ കസ്റ്റമേഴ്സിനോട് ആദ്യമേ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ, അപ്പൊ അവർ ബിസിനസ് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അവർക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞായിരിക്കും, പക്ഷെ അവർ വിചാരിക്കണത് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവരോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കണമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ അത് ബിസിനസ്സുമായിട്ട് നമ്മൾ നല്ലത് പറഞ്ഞാലും ക്ലയന്റ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വേറെ രീതിയിലായാലും അതുകൊണ്ട് നമ്മൾ പറയാറില്ല. നമ്മൾക്ക് വരുന്നു, അന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോ അവര് സ്കിൻ മോശമായി വന്നാൽ നമുക്കായിരിക്കും ഏറ്റവും പണി അല്ലേ? നമുക്ക് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും മേക്കപ്പ് ചെയ്യാൻ പറ്റി. നന്നായിട്ട് സ്കിന്ന് ടേക്ക് കെയർ ആണെങ്കിൽ നമുക്ക് അത്ര സമയം എടുക്കണം, പെട്ടെന്ന് ചെയ്ത് തീരുമായിരിക്കും. ഒരു ദിവസം എത്ര ബ്രൈഡിനെ വരെ ചെയ്തിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സംഖ്യ എത്രയായിരിക്കും? ഒരു ദിവസം 10 ബ്രൈഡ് വരുന്നുണ്ട്. രാവിലെ ബ്രൈഡിന് ടൈം ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഏർലി മോർണിംഗ് കുറച്ച് മാക്സിമം ഞങ്ങൾ 5 ബ്രൈഡ് വരെ ഒരു ദിവസം ചെയ്യാൻ വില്ലിംഗ് ആണ്. പക്ഷേ അതിൽ കൂടുതൽ എടുക്കാറില്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് ടൈം സ്ലോട്ട്, ഇപ്പൊ ഉച്ചക്കത്തെ വെഡിങ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കേടാവും, അല്ലെങ്കിൽ സ്കിന്നിൽ പിമ്പിൾസ് വരും, അങ്ങനെ പറയുന്ന എല്ലാവരും അങ്ങനെ പറഞ്ഞു കേട്ടാണ്. അത് സത്യമാണോ? ശരിയാ, ഒരു ശരാശരി ശരിയാണ്. നല്ല നോർമൽ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആവും. നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ സ്കിന്നിന് സൂട്ട് ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ബെറ്റർ ആവും, ഡാമേജ് ആവില്ല. മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ പേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തരം മേക്കപ്പും ഉണ്ട്. ഇതുകൊണ്ട് ന്യൂഡ് ഉണ്ട്, ഹെവി ഉണ്ട്, അങ്ങനെ പലതരം മേക്കപ്പ് നമ്മുടെ പേജിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മേക്കപ്പ് ഫിക്സ് ചെയ്യുന്നത് ബ്രൈഡിന് വേണ്ടിയിട്ട്? നമ്മൾ ഓൾറെഡി ബ്രൈഡ് വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് വേണ്ടത്, അവരുടെ എന്തൊക്കെയാണ് അവർ പ്രിഫറൻസ്, അവരെ ഇഷ്ടം എങ്ങനെയാണ്, അവർക്ക് എങ്ങനെ ഏത് ലുക്കിലേക്കാണ് വേണ്ട, വല്ല റെഫറൻസ് ഉണ്ടോ, ഇതെല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ സജസ്റ്റ് ചെയ്യോ നിങ്ങൾക്ക് ഇതാ ഭംഗിയാണ്? ചില ബ്രൈഡിന് സജഷൻ ഉണ്ടാവില്ല, ചേട്ടന്റെ ഇഷ്ടം പോലെ എന്നെ സുന്ദരിയാക്കിയാൽ മതി, എനിക്ക് വിശ്വാസം. അത് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്. അവര് പറയുമ്പോ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കും. പിന്നെ ചില ബ്രൈഡ് പറയും എനിക്ക് ഈ ലുക്കാണ് വേണ്ടത്, അപ്പൊ നമ്മൾ അതനുസരിച്ച് അങ്ങനെ റെഫറൻസ് കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഏറ്റവും ഈസിയാണ്. ശരി. ഇപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് എവറിഡേ ഇന്ന പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ഭംഗിയാക്കാനല്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഉപയോഗിക്കും. ഒരു സൺസ്ക്രീൻ ലോഷൻ, ഒരു ലിപ് ബാം, ഒരു മോയ്സ്ചറൈസർ, ഇത് തന്നെ നമ്മളിപ്പോഴത്തെ വെതറിന് ഓക്കെയാണ്. ഓക്കെ, ശരി. പിന്നെ ഇപ്പൊ നിങ്ങൾ ട്വിൻസാ, നിങ്ങളെ രണ്ടാളും മാറി പോവാറുണ്ട് ആൾക്കാർക്ക്? അപ്പൊ നിങ്ങളിങ്ങനെ സജിത്തിനെ സുജിത്തിനെ വിളിച്ച വിളി കേട്ടോളൂ. ആണോ? ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റീസിനൊക്കെ മാറി എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ആണ് ക്ലോസ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അവർക്ക് കാണുമ്പോൾ തന്നെ
അവർക്ക് നമ്മുടെ നേച്ചർ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ രണ്ടുപേരെയും ശരിയാ വർഷങ്ങളായിട്ട് കാണുന്ന സെലിബ്രിറ്റീസ്, ശരിയാ. അപ്പൊ അവർക്ക് അറിയാം. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നുമില്ല, ഇങ്ങനെ പോണ പോലെ പോട്ടെ. ദിവസം അയച്ച എങ്ങനെയെന്ന് നാളും ഞങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ആ ഫ്ലോയിൽ തന്നെ ഞങ്ങൾ പോകുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫാ, അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക്? ഇങ്ങനെ നമുക്ക് ജോലിനുള്ള പാഷൻ കൊണ്ടാണ് നമുക്ക് ഇത് ബിസി എന്നുള്ള തോന്നാത്തത്. എല്ലാരും പറയും കുറച്ച് പണിയെടുത്ത് കഴിയുമ്പോൾ എല്ലാരും പറയും എനിക്ക് മടുത്ത് റെസ്റ്റ് എടുക്കണം, എനിക്ക് ട്രിപ്പ് പോകണം. പക്ഷെ എനിക്ക് ട്രിപ്പ് പോയാലും നമ്മുടെ ചിന്ത മുഴുക്കെ ട്രിപ്പ് പോവാറുണ്ടോ? പിന്നെ ട്രിപ്പൊക്കെ പോകാറുണ്ട്. ഇപ്പൊ കുറവാണ്, കണ്ണടച്ചാണ് നമ്മൾ ട്രിപ്പ് പോണത്. എന്നാലും ചിന്ത മുഴുക്കെ ഇവിടെ ആയിരിക്കും. ശരിയാ, അതാണ് കാര്യം. ഓക്കെ. ഇപ്പം 18 വർഷത്തെ ഒരു ജേണിയാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് പിന്നീട് ആലോചിക്കുമ്പോൾ ദൈവമേ അത് എങ്ങനെ ഞങ്ങൾ ചെയ്തു എന്ന് ആലോചിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഒരു പ്രാവശ്യം ഒരു വലിയൊരു ഇൻസിഡന്റ് പറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഒരു ബ്രൈഡ് നമ്മളെ ബുക്ക് ചെയ്തു. പക്ഷെ ഒരു നോർമൽ കോൾ ചെയ്തു ബുക്ക് ചെയ്തു. പക്ഷെ അവര് നമുക്ക് അക്കൗണ്ട് ത്രൂ അഡ്വാൻസ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ടാണ് അയച്ചത്. നമുക്ക് കുറെ കോൾസിന് വന്നുകൊണ്ട് നമ്മള് അവർ പറയും അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മള് ബുക്കിംഗ് കൺഫേം ആക്കുള്ളൂ. അവരോട് പറയും. വിളിച്ചു പറഞ്ഞ് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രൂഫ് ഉണ്ട്. അപ്പൊ നമ്മൾ ബില്ല് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫേം ആയി. പക്ഷെ ഇവര് ഒരു ക്ലയന്റ് നമ്മളെ ബുക്ക് ചെയ്തു. പക്ഷെ അവര് നമ്മൾ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. പക്ഷെ അവർ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സ്ക്രീൻഷോട്ട് ഒന്നും അയച്ചു തന്നില്ല. നമുക്ക് പെണ്ണിന്റെ പേരോ ഫോൺ നമ്പറോ ഒന്നും നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും സെൻഡ് ചെയ്തില്ല. അപ്പൊ നമ്മള് അത് അറിയണില്ല. ഒരു ദിവസം രാവിലെ ഒരു മൺഡേ മോർണിംഗ് ഒരു 9 o'clock വിളിച്ചിട്ട് ചോദിച്ചു 3 മണിക്ക് ട്രിവാൻഡ്രം അൽസാജിൽ എത്തൂലേന്ന് വെക്കുന്നത്. അയ്യോ. അപ്പൊ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കുളിക്കണേന്ന് സ്ഥലത്ത് കടയിൽ കലൂര് വരെ എത്തി. അപ്പോഴാണ് അറിയണത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞ് ചേട്ടനാണ്, അവരാണ് എന്തോ ഹൽദി ഒക്കെ ചെയ്തത്. അപ്പൊ ചേട്ടനാണ് വെഡിങ് റിസപ്ഷൻ അല്ല തിരുവനന്തപുരത്ത് ഒരു വെഡിങ് റിസപ്ഷൻ ഉണ്ട്. അപ്പൊ എന്നെയല്ല ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് അറിയില്ലടാ എന്ന് പറഞ്ഞു. എന്നെയല്ല ബുക്ക് ചെയ്തേന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അത് ബോധേടല്ല, നമുക്കെല്ലാം നമ്മൾ ഡേറ്റ് നോക്കിയപ്പോ നമുക്കല്ല. പക്ഷെ ആ ഡേറ്റ് ആണ് നമുക്ക് ആ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ അവരൊരു കോഡ് വന്നു വൈകുന്നേരം 3 മണിക്ക് നിങ്ങൾ തൃശ്ശൂർ അൽസാജിൽ എത്തൂലേ, തിരുവനന്തപുരം അൽസാജിൽ എത്തൂലെന്ന് വെച്ചപ്പോഴാണ് ഞങ്ങൾ വണ്ടർ അടിക്കണത്. ആ നിന്ന നിപ്പിലെ സ്റ്റാഫുകൾ യൂണിഫോം ഇട്ട് ആ പെട്ടിയെടുത്ത് നേരെ ഒരു ടാക്സിയും വിളിച്ച് നേരെ ചെല്ലുന്നു. 2:30 ആയപ്പോ എങ്ങനെയോ ഡ്രൈവറോട് പറഞ്ഞ് എങ്ങനെ വിട്ടോളാം, നോ പ്രോബ്ലം. നമ്മൾ ഫുഡ് പോലും കഴിക്കാതെ നേരെ അടിച്ച് ചെല്ലുന്നു. 2:30 ആയപ്പോ തിരുവനന്തപുരം എത്തുന്നു, വർക്ക് കഴിയുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പക്ഷെ അവർ ബോധമല്ല, അവരുടെ കാര്യം നടന്നു. പക്ഷെ നമ്മളുടെ ഒരു മോശം വന്നേനെ, ആ സാധനം നടന്നില്ലായിരുന്നു. ശരി, അവരും നമ്മളെ കാത്തിരുന്നേനെ. ഒരു ലക്ഷറി കല്യാണം വരുന്നത് അത് നമ്മൾ ചെന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ദൈവഭാഗ്യം കൊണ്ട് അത് നമുക്കത് ചെയ്യാൻ പറ്റും. അത് ഭാഗ്യം. അതെ. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും സ്കിൻ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ പറയും. ഞാനും കുറേ പറയും. എന്താ കോമൺ ആയിട്ട് കേൾക്കുന്ന സ്കിൻ ഹെയർ പ്രോബ്ലംസ് ഒക്കെ? ഓൾറെഡി ഹെയർ ഫോൾ എല്ലാവർക്കും കോമൺ ആണ്. ഇപ്പം നമ്മുടെ വെതറിന്റെ പ്രോബ്ലം ആണ്. ഓൾറെഡി ഇത്രയും ചൂടും പൊടിയും എല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് ഹെയർ ഫോൾ. നോർമൽ കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും ഹെയർ ഫോൾ ആണ്. അതിലിപ്പോ നമുക്ക് പ്രതിവിധി ഇല്ല. ഓൾറെഡി നമ്മുടെ മെഡിസിൻസ് എടുത്താൽ മാത്രമേ അതിനുള്ള പ്രതിവിധി ഉള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ്. ഇപ്പം ഹെയറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കാം. ചിലവർ പറയും എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യണം, ചിലവർ പറയും 2 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യണം. ഇതിലേതാണ് കറക്റ്റ്? 2 ദിവസം ഹെയർ വാഷ് നല്ലത്. അപ്പൊ വർക്കൗട്ട് ചെയ്യുന്നത് ഡെയിലി വാഷിങ് നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേർത്ത് കഴിയുമ്പോൾ മുടിയിലെ വാട്ടർ കണ്ടന്റും സോൾട്ട് കണ്ടന്റും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മുടി റഫ് ആവുള്ളൂ. അപ്പൊ ഒരു നമ്മുടെ സൾഫേറ്റ് ഫ്രീ പാരഫിൻ ഫ്രീ ഷാമ്പൂസ് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ഗുഡ്. ഓക്കെ. അപ്പം അതിന്റെ കൂടെ ഒന്നൊരു ഡൗട്ടിൽ ഞാൻ ചോദിക്കുക, ഇപ്പൊ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ, അപ്പൊ എവറി ഡേ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല. ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കണം മസ്റ്റ് ആണ്. അത് കണ്ടീഷണർ ഉപയോഗിച്ചാൽ നല്ല ബ്രാൻഡഡ് ലോറിയലോ ഷോസ്കോഫോ എനി ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ലതാണ്. ഈ 18 വർഷം മുൻപ് മേക്കപ്പ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇപ്പൊ എല്ലാരും പറയുന്നത് എളുപ്പമാണ്. ഇപ്പൊ എന്റെ മോൻ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയാൻ എല്ലാവർക്കും അഭിമാനമാണ്. എന്റെ മോൻ മേക്കപ്പ് ഇപ്പോൾ
പ്രസന്റ്ലി എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മോള് മേക്കപ്പ് ആർട്ടിസ്റ്റ്, എൻ്റെ മോൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എൻ്റെ മോൻ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്, എൻ്റെ മോൻ സാരി ഡ്രൈപ്പിസ്റ്റ് ആണ്, എൻ്റെ മോൻ ഫാഷൻ ഡിസൈനർ ആണെന്ന് പറയാൻ എല്ലാവർക്കും അഭിമാനമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരുടെയും പ്രൊഫൈല്, പിന്നെ എല്ലാവർക്കും ഇപ്പൊ ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം എല്ലാവരും ആക്റ്റീവ് ആകുന്നത്, എല്ലാവരും എല്ലാ കാര്യങ്ങളും കാണാൻ തുടങ്ങിയത്. അപ്പം എല്ലാവരും സെലിബ്രിറ്റീസിന് കൂടെയുള്ള ഫോട്ടോ, ട്രാവലിംഗ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര പ്രൗഡ് മൂമെന്റാണ്. പക്ഷെ ഇത് 18 വർഷം മുമ്പ് ആലോചിക്കണം എങ്ങനെയായിരിക്കും എന്ന്. ഒരു കോൺസെപ്റ്റ് ബാർബർ കോൺസെപ്റ്റ് ആണ് നമ്മൾ സലൂൺ എന്ന് പറയുമ്പോൾ എല്ലാവരും മുടിവെട്ടാൻ മാത്രമാണ്. അവിടെ എന്തൊക്കെ സർവീസ് ഉണ്ടെന്ന ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അതെന്നെ പഠിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാ പഠിക്കണത്. അന്ന് നമ്മള് ഈ പണി പഠിക്കണേൽ എന്തോരം, എന്റെ ഫാമിലി ഓൾറെഡി കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അപ്പൊ അത് നമുക്ക് ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു നാണക്കേട് പോലെയാണ്, പുച്ഛം പോലെയാണ്. പക്ഷെ എന്റെ അമ്മ അന്ന് എന്നോട് പറഞ്ഞത് ഒരു കൈത്തൊഴിൽ പഠിക്കണം. നമ്മൾ കൈത്തൊഴിൽ പഠിച്ചാലും നമുക്ക് എവിടെയും നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നൊരു വർക്ക് ചെയ്താൽ. എൻ്റെ അമ്മ ഓൾറെഡി സ്റ്റിച്ചിങ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അമ്മക്ക് ഒരു കൈത്തൊഴിലിനോടുള്ളൊരു ഇത് വിശ്വാസം. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത് നിങ്ങൾ. അതെ അതെ. അപ്പൊ അമ്മ പറയും ഒരു കൈത്തൊഴിൽ എപ്പോഴും നമ്മൾ പഠിച്ചു. അത് എന്റെ ചേച്ചിനോടാണെങ്കിലും ഞങ്ങളോടാണെങ്കിലും എല്ലാവരും പറയും. അപ്പോഴാണ് അമ്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവരും പറയും നമ്മൾ ബാർബർ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, എനിക്ക് ഞാനൊരു ബാർബറാണ്, ഞാനൊരു ജോലി ചെയ്യണ അതാണ്, അത് അഭിമാനമാണ് നമുക്ക്. നമ്മൾ ചെയ്യുന്ന ജോലിയാണ്. പക്ഷെ എല്ലാവരും കളിയാക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്ക് വേറെ സലൂൺ എന്ന് പറയുമ്പോ എല്ലാവർക്കും പുച്ഛമല്ലേ, ബ്യൂട്ടി പാർലർ, സലൂൺ, മുടിവെട്ട്, അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ യൂഷ്വലി എല്ലാവർക്കും വേറെ ജോലിയൊന്നുമില്ല. നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടെന്നോ, സലൂൺ ഇൻഡസ്ട്രി എത്ര വലുതുള്ള ജോലിയാണെന്നൊന്നും ആർക്കും അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ അവര് പറഞ്ഞത്, നീ അന്ന് പോയപ്പോ ഞങ്ങൾ കളിയാക്കിയവര് നിന്നെ കണ്ടി പസുവി തോന്നുന്നു. അന്ന് അവര് നിന്റെ കൂടെ ഞാനും വരാന്ന് വിളിച്ച, അത് പക്ഷെ ആ ഒരു വാക്ക് കേൾക്കുന്ന ഒരു പ്രൗഡ് മൂമെന്റ് ആണ് സീരിയസ്ലി. പക്ഷെ അവരിപ്പോ നമ്മളെ കണ്ട് അസൂയപ്പെടുന്നു. അവര് തന്നെ നമ്മളോട് പറയുന്നു നിങ്ങളുടെ കൂടെ വന്നാ മതി. അതിപ്പോഴും പറയണ്ട, എന്റെ കൂടെ നിന്നെ ഞാൻ കളിയാക്കിണ്ട്. ഓൾറെഡി ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ ജോലി ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അന്നത്തെ കാലത്ത് എല്ലാവർക്കും ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് തന്നത് ഇപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യം, കല്യാണ വീട്ടില് ഒരു ബ്യൂട്ടീഷ്യന്റെ സാന്നിധ്യം എപ്പോഴും വേണം. പക്ഷേ നമ്മുടെ ആർക്കും അത് കഴിഞ്ഞ ആവശ്യമില്ല. ശരിയാ. അതായത് മറ്റേ സാരി മാറാനും അതിന് മുൻപ് മേക്കപ്പ് ചെയ്യാനും എല്ലാം വേണം. പക്ഷെ നമുക്ക് അതിനുള്ള മാർക്കറ്റ് വാല്യൂ പണ്ട് തരുന്നില്ല. ഇപ്പോഴുണ്ട്. ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടിട്ടാണ് ആ കല്യാണ വീട് മേക്ക് ചെയ്യണത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നു പോകുന്നു, അറ്റൻഷനാണ്. അതെ, സത്യം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് പറഞ്ഞപ്പോഴാ ഇവ കല്യാണത്തിന് മേക്കപ്പ് ഒക്കെ ചെയ്യില്ലേ, ആ സമയത്ത് ഇങ്ങനെ കൂടെ ഈ സാരി ഒന്നും ഉടുപ്പിച്ചു അങ്ങനെയൊക്കെ ചോദിക്കോ? ഇപ്പൊ അതൊന്നും പണ്ട് അതുണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത്ര മേക്കപ്പിന്റെ വാല്യൂ, നമ്മുടെ ഡിഗ്നിറ്റി ഇതൊന്നും ആർക്കും അറിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് പറയുന്ന മേക്കപ്പ് ചെയ്യുന്ന ഒരു അമ്മായി വരുന്നു, എനിക്ക് സാരി ഉടുപ്പിക്കാം, ഉണ്ടായിരുന്നു. പിന്നെ മഴക്കിട്ട് പോകുന്നു എനിക്ക് ചെയ്തു തന്നില്ല അവർ, അതൊക്കെയാണ് അഹങ്കാരം. ഇപ്പൊ തന്നെ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു വാല്യൂ തന്നെ ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോ ബ്രൈഡും ബ്രൈഡിന്റെ ഫാമിലിയും അത് തരുന്നു. നമ്മളോട് അങ്ങനെ ടോക്ക് വരില്ല. ഓൺലി ബ്രൈഡ്, ബ്രൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേറെയാണ്. നമ്മള് നമ്മുടെ ഗ്രോത്തിനനുസരിച്ചും നമുക്ക് അതിനുള്ള മാർക്കറ്റിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹൈ ലെവൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അതിനുള്ള വാല്യൂ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഉള്ള പിള്ളേർക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളവർക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവരും ഇതേപോലെ അപ്ഡേഷൻ ആയി വരുമ്പോഴേക്കും അവർക്കും അതിനുള്ള ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. മനസ്സിലായി. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ചിറങ്ങിയ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ബോയ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഈ ഒരു ഫീൽഡിൽ ഭയങ്കര കുറവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് കിട്ടാൻ, ബോയ്സ് ആയതുകൊണ്ട് വർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമുക്ക് യൂണിസെക്സ് സലൂൺ കുറവായിരുന്നു. അന്ന് മെന്നിന് വേറെ വേണ്ടി സലൂൺ, മറ്റേ ബാർബർ ഷോപ്പ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തത് യൂണിസെക്സ് സലൂണുകളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് സലൂൺ ഇൻഡസ്ട്രി വളരുന്ന സമയമായിരുന്നു. പറഞ്ഞാൽ അപ്ഡേഷൻ വന്ന സമയമാണ്. പുതിയ സലൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്ട്രൈറ്റനിങ് ട്രെൻഡ് ആവുന്നു. ആ സമയമാണ് ഞങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കാൻ പറ്റി നമുക്ക്. പിന്നെ നല്ല സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കുറേ ലേണിംഗ് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ യൂണിസെക്സ് സലൂണും പിന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് നല്ല സലൂണുകൾ നമുക്ക്
കിട്ടിയത്. Work പക്ഷെ ചെയ്യാൻ ഞങ്ങൾ വർക്ക് ചെയ്തത് കൊച്ചിയിലാകെ 2 സലൂൺ 3 സലൂൺ മാത്രമേ ആകെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓൺ സലൂണാണ് വർക്ക് ചെയ്യണത്. പിന്നെ നിങ്ങൾ സലൂൺ ഇട്ടു. ഇപ്പൊ സലൂൺ ഇട്ടിട്ട് എത്ര നാളായി? 10 വർഷം. 10 വർഷം. ഇത് 10ാമത്തെ വർഷം കഴിഞ്ഞു ആണല്ലേ? ഓക്കെ. ഇപ്പൊ കുറേ പേര് പറയുന്നുണ്ട്, ഓക്കെ, കുറെ സെലിബ്രിറ്റീസ് വരുന്ന സലൂണാണ്, അവിടെ റേറ്റ് കൂടുതലാണ്, ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡൗട്ടുള്ള കുറെ കുട്ടികളുണ്ട്. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ, അയ്യോ സൈത്തൻ സ്മിത്തില് റേറ്റ് കൂടുതലായിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ജെൻസ് ഹെയർ കട്ടിന് ജെൻസിന്റെ ഹെയർ കട്ട് ആൻഡ് ബിയർഡ് 500, ഒരു ലേഡീസ് ഹെയർ കട്ട് 1000 rupees. ഇറ്റ്സ് നോർമൽ ചാർജ്. അത് എല്ലാവർക്കും അഫോർഡബിൾ ആവാൻ വേണ്ടിയാണ് നമ്മൾ ആ ചാർജ് ചെയ്യണത്. പിന്നെ അതാണ് നമ്മുടെ, പിന്നെ അതിന്റെ കൂടെ എന്താ അഡീഷൻ വരുന്നത് അതായിരിക്കും ചാർജ്. ശരി. സെൽഫ് മേക്കപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാനോ? ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ മേക്കപ്പ്. ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല, എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ എനിക്ക് നേരെ കിട്ടാറില്ല. ബാക്കിയുള്ളവർ സുന്ദരികളാണ്. ആക്ച്വലി നമ്മൾക്ക് ബാക്കിയുള്ള സുന്ദരനാക്കാനാണ് താല്പര്യം. നമ്മൾക്ക് എപ്പോഴും മെസ്സി ലുക്ക് ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കൊളാബ് എന്ന് പറയുന്നത്. ഞാൻ പക്ഷെ സജിത്ത് ആൻഡ് സുജിത്ത് എന്ന് പറഞ്ഞ പേജ് എടുത്ത് നോക്കിയപ്പോൾ കൊളാബ് എന്ന് പറയുന്ന കാര്യം കാണുന്നില്ല. എന്താ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ താല്പര്യമില്ലേ? ഇല്ല, കൊളാബ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അത് ചോദിച്ച് വിളിക്കാറുണ്ടോ? കൊളാബ് വിളിച്ചാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. കൊളാബ് എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഒരിക്കലും, ഞാൻ ശ്രീജനോട് ചോദിക്കണേ, ശ്രീജയുടെ മേക്കപ്പ് വെഡിങ് മേക്കപ്പ് ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞു. പക്ഷെ കൃജക്ക് ചിലപ്പോ എന്റെ മേക്കപ്പ് ആയിരിക്കും ഇഷ്ടം, വേറെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മേക്കപ്പ് ആയിരിക്കും ഇഷ്ടം. പലർക്കും പല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് കൃജ ചെയ്ത് കഴിയുമ്പോ കൃജയുടെ ബിഗ് ഡേ ആണെന്ന്. ആ ബിഗ് ഡേയിൽ കൃജക്ക് എങ്ങനെ വേണമെന്ന് കൃജയുടെ സ്വപ്നങ്ങളുണ്ട്, അത് ഞാൻ തകർക്കരുത്. ശരിയാ, എന്റെ സ്റ്റൈലിൽ കൃജക്ക് ചെയ്തു തരും ഞാൻ. പക്ഷെ കൃജയുടെ സ്വപ്നം വേറെ ലുക്കായിരിക്കും. അപ്പൊ അത് ഞാൻ എന്റെ ഒരു മാർക്കറ്റിന് വേണ്ടി യൂസ് ചെയ്യണത് വളരെ മോശമാണ്. കൃജക്ക് എന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് വരുന്നു, ഞാൻ ചെയ്തു തരുന്നു, സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമുക്ക് പേയ്മെന്റ് ഇടുന്നത് എനിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. ശരി, എല്ലാവർക്കും സന്തോഷം. ഇപ്പം ഞാൻ പറയാം, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അതായത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാണ് സജിത്ത് ആൻഡ് സുജിത്തിന്റെ വക ഒരു മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് കാണാൻ പറ്റുക? സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ടാലന്റ് ചെയ്യാനുള്ള ടാലന്റാണ്. അക്കാഡമിക് ബേസ് ഒരു നോളജ് എന്നല്ല, എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഫലിപ്പിക്കാൻ അറിയാം. അല്ലാതെ ഇപ്പൊ എന്റെ ഇന്റർവ്യൂ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വലിയ നോളജ് പരമായി ഒന്നും പറയുന്നില്ല, നോർമലായിട്ട് സാധാ ഒരു ടോക്കിൽ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഇത്ര കണ്ടന്റ് ഇതിലുണ്ട്, അത്ര കണ്ടന്റ് ഇതിലുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണ്, നമ്മൾ എക്സ്പെർട്ട് ആണ്, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ പലതും പകുതി വെച്ച് പറഞ്ഞിട്ട് പ്രവൃത്തിയിൽ വരുമ്പോ ഇല്ലെങ്കിൽ അത് മോശമാണ്. ശരിയാണ്. അപ്പൊ ചിലവർക്ക് അക്കാഡമിക് ബേസ് ഭയങ്കര അടിപൊളിയായിരിക്കും, സ്കില്ല് ഭയങ്കരമായിരിക്കും. എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല, പിന്നെ എനിക്ക് ചെയ്ത് കാണിക്കാനുള്ളൂ. പിന്നെ നമുക്ക് ഈ ചെയ്യണവർക്ക് സ്കില്ല് കുറവാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് ഫലിപ്പിച്ച് പഠിപ്പിച്ചെടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങളുടെ രണ്ടാളോടുള്ള ചോദ്യം, നിങ്ങൾ ആരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതൊക്കെ മനസ്സിലായി. അപ്പുറത്താണ് ഇടയ്ക്ക് എന്തിനെ കുറച്ച് പറയുന്നോളോ. ശരി, നിങ്ങൾ തല്ലൂടാറുണ്ടോ? നിങ്ങൾ ആരാ മൂത്ത കുട്ടിയാണ്? ഞാനാ മൂത്തത്, ആണ്. ഏറ്റവും ആദ്യം മേക്കപ്പിലോട്ട് വന്നത് അപ്പൊ അതിനു മുൻപ് എന്താ ചെയ്തിരുന്നത്? ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. അതായത് ആദ്യം മേക്കപ്പ് ആണ് ഫുള്ളായി പഠിച്ചത്. ഹോട്ടൽ മാനേജ്മെന്റ്. സജിത്ത് ഫസ്റ്റിലെ സലൂൺ ബ്യൂട്ടീഷ്യൻ, ഹെയർ സ്റ്റൈലിസ്റ്റ്, അതിനുശേഷം മേക്കപ്പ്. ഞാൻ ആ സമയത്ത് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. അന്നേരം അത് വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, 2 ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഓക്കെ. എപ്പോ കല്യാണം? കല്യാണം ഒന്നും ആയിട്ടൊന്നുമില്ല, ഞങ്ങളൊക്കെ വിളിക്കണം തീർച്ചയായും. ഓക്കെ. ഇപ്പം ഒരുപാട് പേര് നിങ്ങളെ ഇൻസ്പിറേഷൻ ആക്കി വെച്ചിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെ ഈ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്ത് ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, ഇതൊരു പാഷനായി കാണുക, ബിസിനസ് ആയിട്ട് കാണരുത്. നമ്മൾ ഒരിക്കലും ബിസിനസ് ആയിട്ട് കണ്ടാൽ നമുക്ക് ഇതിലൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എപ്പോഴും നമുക്ക് പാഷനായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വർക്ക് ചെയ്ത് നമ്മൾ സന്തോഷം ഉണ്ടാവും. അതാണ് വേണ്ടത്. പൈസക്ക് വേണ്ടി ചെയ്യരുത്. പൈസക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പൂർത്തിയായി കിട്ടില്ല. നമ്മൾ എപ്പോഴും ഡെഡിക്കേഷൻ വർക്ക്
അതെ, അത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് പേഴ്സണൽ ടൈം കിട്ടില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വർക്കിൽ 100% ടൈമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു കോമൺ കാര്യം പറയാം. ഇപ്പൊ രാവിലെ 9 മണിക്ക് സലൂണിൽ വന്ന് വർക്ക് ഫിനിഷ് ചെയ്യണത് ഒരു 7 മണിക്കാണ്. പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് 5 മണിക്ക് മേക്കപ്പ് ആണ്. അപ്പൊ നമ്മള് അവിടെ നിന്ന് സലൂൺ ക്ലോസ് ചെയ്ത് അവിടുന്ന് കാറിൽ കയറി നേരെ ട്രിവാൻഡ്രം എത്തുന്നു. വെളുപ്പിന് 2 മണിക്ക് ചെല്ലുന്നു, ഒന്ന് ഹോട്ടലിൽ പോയി ഫ്രഷ് ആവുന്നു, ജസ്റ്റ് എല്ലാം ഉറങ്ങാൻ പറ്റി 1 മണിക്കൂർ ഉറങ്ങി നേരെ 5 മണിക്ക് വർക്ക് ചെയ്യുന്നു. തിരിച്ച് അവിടെ നിന്ന് മേക്കപ്പും കഴിഞ്ഞ് നേരെ തിരിച്ച് സലൂണിൽ. അപ്പൊ മേക്കപ്പ് ഒരു 8-9 മണി കഴിയുന്നു, തിരിച്ച് 1 മണി ഉച്ചയാകുമ്പോ ഒരു 8 മണി 9 മണിക്ക് മേക്കപ്പ് ചെയ്യുന്നു. അവിടുന്ന് കാറിൽ കയറുന്നു, നേരെ 1 മണി 2 മണിയാകുമ്പോൾ സലൂണിൽ വരുന്നു, ബാക്കി പണി ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇതേപോലെ ഉറങ്ങാൻ സമയം കിട്ടുമ്പോ ഉറങ്ങും, ബ്രൈഡ് ഇല്ലാത്ത സമയങ്ങളിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. ബ്രൈഡ് ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്കിനോട് ഡെഡിക്കേറ്റ് നമ്മള് ഇട്ടേക്കണം നമ്മുടെ ജീവിതം. അപ്പൊ നമുക്ക് സലൂൺ വർക്ക് ഫുൾ നമ്മൾ 30 ദിവസം അവിടെ ഉണ്ടാവണം. പിന്നെ രാവിലെ ബ്രൈഡിന്റെ സമയം അറിയാലോ, ഏർലി മോർണിംഗ് മുഹൂർത്തം അനുസരിച്ചിട്ട് നമ്മുടെ ജോലി ആയതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കാതെ നമ്മുടെ ഫാഷൻ. അപ്പൊ നമുക്ക് ഈ സമയം നമുക്ക് ബോധമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് ലോക്ക്ഡൌൺ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ 2 മാസം വെക്കേഷൻ എന്താണെന്ന് അറിഞ്ഞത്. 18 വർഷം വർക്ക് ചെയ്തിട്ട് ഈ 2 മാസമാണ് ഞങ്ങൾക്ക് ശരിക്കും 2 മാസമാണ് വരുന്നത്. 2 മാസം നല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സലൂൺ റണ്ണിങ് ആയില്ല. 2 മാസം ഞങ്ങള് ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് 2 മാസം ഞങ്ങള് കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ കല്യാണം വെഡിങ്ങുകൾ രാവിലെ പോയി ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഈ തിരക്കുള്ള സമയത്ത് അതിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്ന് ഇത്രയും നേരം എൻ്റെ അടുത്ത് സംസാരിച്ചതിന്, എന്നെ സഹിച്ചതിനൊക്കെ താങ്ക് യു. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി കാണുന്ന സമയത്ത് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇനി മേക്കപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് ബ്രൈഡ്സിനെ സുന്ദരികളാകട്ടെ. താങ്ക് യു വെരി മച്ച്.